ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നത്? ഡബിൾ എവിക്ഷൻ ആണോ? ശൈത്യയും ബിൻസിയും ആണോ ഡേഞ്ചർ സോണിൽ? എല്ലാം പറയാം. PR കൊടുത്തവർ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. PR ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നവർ പുറത്തു പോകും. ഇതാണ് അവസ്ഥ. എല്ലാം ചർച്ച ചെയ്യാം. ഡേ 13 എവിക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റ് ചെയ്തിരിക്കണം. ഇതുപോലെ ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഈ ആഴ്ച 11 പേരാണല്ലോ നോമിനേഷനിലുള്ളത്. അവരാരൊക്കെയെന്ന് ഒരിക്കൽ കൂടി നമുക്ക് പരിചയപ്പെടാം. ശൈത്യ, ശരത്ത്, നെവിൻ, ജിസേല്, അനു, ബിന്നി, ആദില, നൂറ, ആര്യൻ, ബിൻസി, ഷാനവാസ്, അക്ബർ. ഇവർ രണ്ടുപേരും ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരുന്നു. ഇതിൽ നോക്കിയാൽ കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വോട്ട് ശൈത്യയ്ക്കും ബിൻസിക്കും ആണെന്നല്ല പറയുന്നത്, ആയിരിക്കാം. ഇവരിൽ നിന്ന് 2 പേരോ ഒരാളോ ഇന്ന് എവിക്റ്റ് ആയി എന്നല്ല, എവിക്റ്റ് ആയേക്കാം എന്നാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത് PR കൊടുത്ത പടകളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഡബിൾ എവിക്ഷന് തന്നെയാണ്. കാരണം ഓണം സെലിബ്രേഷനൊക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് ഡബിൾ എവിക്ഷനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. പിന്നെ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒനൽ സാബുവിൻ്റെയും ശാരികയുടെയും കേസ്, അത് കുറച്ച് കൺഫ്യൂഷനാണ്, അത് ഞാൻ പറയാം. പിന്നെ നമ്മുടെ റോബോട്ട് ഡോഗിൻ്റെ വാൽക്കാട് എൻട്രി കുറച്ച് കൺഫ്യൂഷനിലിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അതായത് ഇന്നോ നാളെയോ ചിലപ്പോൾ കയറ്റി വിടാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് റീ എൻട്രി പ്രതീക്ഷിക്കാമെന്നാണ് പറയാനുള്ളത്. പിന്നെ ശനിയാഴ്ചത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ RJ ബിൻസി ഔട്ടായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ചുമ്മാ ഒരു റൂമേഴ്സ് മാത്രമായിരുന്നു. ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡിനകത്ത് ആരും എവിക്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും എപ്പിസോഡ് വരുമ്പോഴേ അതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആരെങ്കിലും, അതായത് ഇന്ന് നടന്ന ഷൂട്ടിങ്ങിനകത്ത് ആരെങ്കിലും എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിവസവും ഒരാൾ എവിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ശൈത്യമായിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് RJ ബിൻസി ഔട്ടായിട്ടുണ്ടെങ്കിൽ തൊട്ട് പിറകെ നാളെ ശൈത്യം പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. എപ്പിസോഡ് വരുമ്പോഴോ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇനി നമ്മുടെ ഒനൽ സാബുവിൻ്റെയും ശാരികയുടെയും കേസിൻ്റെ കാര്യമാണ്. ചിലപ്പോൾ ഇന്ന് റീ എൻട്രി ഇവരുടെ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഇവർ ഇന്ന് തന്നെ തിരിച്ചു വന്നേക്കാം എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അടുത്ത വീക്കിൽ നമുക്ക് ഇവരുടെ റീ എൻട്രി പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ എങ്ങനെയാണ് ഇനി ഇവരെ കയറ്റിവിടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്നോ നാളെയോ കയറ്റിവിടാം, അല്ലെങ്കിൽ അടുത്ത വീക്കിലായിരിക്കും കയറ്റിവിടുക. എന്തായാലും ചിലപ്പോൾ ഇന്നെന്തായാലും കയറ്റിവിടാൻ സാധ്യതയില്ല. ചിലപ്പോൾ അടുത്ത വീക്കിലെ ഇവരുടെ റീ എൻട്രി ഉണ്ടാകത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിനകത്ത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ലാലേട്ടൻ്റെ ഒരു ചെറിയ പ്രൊമോ പുറത്തു വന്നിരുന്നു. അതിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്: ലിപ്സ്റ്റിക്, ലിപ് ബാം, ഫൗണ്ടേഷൻ, ബ്ലഷ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ പേരിൽ ആണ് അതിനകത്ത് പൊല്ലാപ്പ് മുഴുവനും. അതായത് ലിപ് ബാം, ലിപ്സ്റ്റിക് ഇതിനൊക്കെ വേണ്ടിയാണല്ലോ അതിനകത്ത് പൊല്ലാപ്പ് നടക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രശ്നം അങ്ങ് തീരട്ടെ എന്ന് കരുതിയ അവർക്ക് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് എന്നാണ് പറയുന്നത് ലാലേട്ടൻ. എന്നിട്ട് ഇപ്പോൾ എന്തായി? ബിഗ് ബോസ് സമ്മതിക്കണ്ടേ? എല്ലാം അവർ കളിച്ച് തന്നെ നേടണമെന്ന്. എന്തൊക്കെയായിരുന്നു പോയ ദിനങ്ങളിൽ? ഒരാൾക്ക് എതിരെ മറ്റൊരാളുടെ CID അന്വേഷണം, പിന്നെ ആ CID തന്നെ കള്ളിയാക്കാനുള്ള ശ്രമം, പിന്നെ റാങ്കിങ് ടാസ്ക് പൊളിയുന്നു, മിഡ് വീക്ക് സസ്പെൻഷൻ, ട്വിസ്റ്റ് എല്ലാം ഇന്ന് ചോദിക്കണം എന്നാണ് ലാലേട്ടൻ പറയുന്നത്. തല്ലും തലോടലും വേണ്ടി വരും. അതായത് തല്ലുണ്ടാവാനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ തലോടാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വയൽക്കാരൻട്രി റോബോട്ട് ഡോഗിന് ഒരു പേരിടണ്ടേ? അതും വേണമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും കൺഫേം ആണ്, ഇന്നോ നാളെയോ നമ്മുടെ റോബോട്ട് ഡോഗിൻ്റെ റീ എൻട്രി ഉണ്ടാകാം. പേരിടണം എന്നുള്ളത് അതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പറയാനുള്ളത് അങ്ങനെ പലതും എന്ന് പറയുന്നുണ്ട്.
ഒരു പക്ഷേ റീ എൻട്രി തന്നെയായിരിക്കും, അതായത് വൈൽഡ് എൻട്രി ആയ നമ്മുടെ റോബോ ഡോഗിൻ്റെ റീ എൻട്രി തന്നെയായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുക. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ വൈൽഡ് എൻട്രി ആയിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി വരുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറച്ച് 3 മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഒരു പക്ഷേ വൈൽഡ് എൻട്രി ആയിട്ട് വരാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം വൈൽഡ് എൻട്രി ആയിട്ട് ശ്രീലക്ഷ്മി ആണോ വരുന്നത് എന്നുള്ളത്. എന്നാൽ നമുക്ക് അത് കാത്തിരുന്ന് തന്നെ കാണാം. എന്നാലും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെ എപ്പിസോഡിനകത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആരും എവിക്റ്റായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയിപ്പ്. എന്തായാലും ആരെങ്കിലും പോകുമോ അതോ ഇനി ഈ ആഴ്ച എവിക്ഷൻ ഇല്ലേ എന്നൊന്നും നമുക്കറിയാൻ എന്തായാലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ എവിക്ഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. ഇനി ഏതായാലും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിനായിട്ട്, വീക്കെൻഡ് എപ്പിസോഡിനായിട്ട്. അതുപോലെ നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ലാലേട്ടനും ഒരു രണ്ടാമത്തെ പ്രൊമോ പുറത്ത് വന്നതിനകത്ത് നമ്മുടെ ജിസേലിനെയും അനുവിനെയും നല്ലതുപോലെ പണി കിട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനകത്ത് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ജിസേലോ അല്ലെങ്കിൽ അനുവോ പുറത്തു പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മിക്കവാറും ആക്ഷൻ എടുക്കാൻ സാധ്യത ഒന്നല്ലെങ്കിൽ ജിസേലിന് പണിപ്പുരയിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് ഡയറക്ഷൻ നോമിനേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അതായത് ജയിലിലേക്ക് പിടിച്ചിടുക, അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കും എന്നുള്ളത്, ശിക്ഷ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിനകത്ത് ആക്ഷൻ അങ്ങനെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതായത് പുറത്താക്കാനുള്ള ആക്ഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രൊമോ കണ്ടിട്ട് അത് ചെറിയ പ്രൊമോ ആണ്, അതിൽ വലിയ കാര്യം ഒന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം. അടുത്ത ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.